ശിവത ആസ് ആൻ ആക്ട്രസ് ടു അച്ചീവ് സംതിങ്, അല്ലെങ്കിൽ ഞാൻ ക്യാൻ ഡു ബെറ്റർ, അല്ലെങ്കിൽ അത് ചെയ്യണം, ആ ക്യാരക്ടർ വേണമായിരുന്നു, എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തു? കുറെ തോന്നുന്നുണ്ട് ചേച്ചി. ഞാൻ ചെയ്തപ്പോൾ ഇത് എനിക്ക് കുറെ പേർക്ക് തോന്നിയിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സ്ക്രീൻ വരുമ്പോൾ ഐ നെവർ ഫീൽ സാറ്റിസ്ഫൈഡ്. അയ്യോ അത് ശരിയാക്കായിരുന്നു, ഇത് ശരിയാക്കി, എപ്പോഴും തോന്നാറുണ്ട്. ശരിക്കും ഇത്രയും പേരുമായിട്ട് വർക്ക് ചെയ്തു, തമിഴിലായാലും മലയാളത്തിലായാലും. അപ്പൊ ശരിക്കും നമുക്കൊരാള് ഒരു വാക്കാൽ യു ഡിഡ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വലിയ അവാർഡ് കിട്ടിയെന്ന് തുല്യ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു? എന്റെ തമിഴ് ഒരു പടത്തിൽ നെഗറ്റീവായിട്ട് ചെയ്തിരുന്നു, വില്ലനായിട്ട് ചെയ്തതില്. അത് കണ്ടിട്ട് ശിവകാർത്തികേയനും അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചെന്നെ എന്നോട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഒരു സന്തോഷം. ശരിക്കും അല്ലെ, നമുക്കൊരു എനർജി കിട്ടും. ശരിക്കും ശിവത ചിരിക്കുമ്പോണ്ടല്ലോ, അനുശ്രീ ചിരിക്കുന്നതിന് ഭയങ്കര കട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനല്ലത് ഫസ്റ്റ് പേഴ്സൺ അല്ല. നല്ലൊരു സിസ്റ്ററിനെ പോലെയൊക്കെ തോന്നും, ഒരു കൂടപ്പുറപ്പ്. ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഒരുമിച്ച് എടുത്തിട്ട് കുറച്ച് ദിവസമായി, അത് പണ്ട് 12th മാന സമയത്ത് എടുത്തിട്ട് ഫോട്ടോയിൽ അടിയിലുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ആണോ? ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു ചിരിയിലൊക്കെ ഭയങ്കരമായിട്ടല്ലേ? എനിക്ക് മാത്രം തോന്നിയല്ലോ, എല്ലാവർക്കും തോന്നിയതാണ്. ആസ് എ വർക്കിംഗ് മദർ, ഒരു നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഫാമിലി നോക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മോളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി പക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹൗ യു മാനേജ് ദിസ്? ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. There is no other way. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഓടും, ഞാൻ നന്നായിട്ട് അതിന് വേണ്ടി കഷ്ടപ്പെടും. കാരണം ഇപ്പൊ മറ്റന്നാൾ ഷൂട്ടിന് പോകാന്ന് പറഞ്ഞല്ലോ, മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് ഇപ്പോഴത്തെ സ്കൂളില് പണ്ട് ചോക്ലേറ്റ് കൊണ്ടുപോകാൻ തീരുമായിരുന്നു, ഇപ്പൊ അതല്ല, റിട്ടേൺ ഗിഫ്റ്റും അങ്ങനെ കുറെ അതാണ്, സ്വീറ്റ്സ് കൊണ്ടുപോകാൻ പാടില്ല. ആൻഡ് മോർ ഓവർ നെക്സ്റ്റ് വീക്ക് ആൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ ആണ്, അതെല്ലാം പ്രിപ്പയർ ചെയ്തു, ഡ്രസ്സ് ഇൻക്ലൂഡിങ് ചെയ്തു. അപ്പൊ ഞാനാണ് യൂഷ്വലി മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വേറൊരു ആള് റെഡിയാക്കി. അതേപോലെ അത് കഴിഞ്ഞിട്ട് എക്സാം ആണ്, ഇപ്പോഴേ ഇരുന്ന് കുറച്ച് എല്ലാ ദിവസവും. അപ്പൊ ഞാൻ കിട്ടുന്ന സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവളുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചാൽ, മറ്റേത് കുഞ്ഞുണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ എന്റെ കാര്യം നോക്കി പോയത് തിരിച്ചു വരെ അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു വീടുണ്ട്, ഫാമിലി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ റെസ്പോൺസിബിൾ ആണ്. പിന്നെ മോറോവർ ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. എന്റെ പേരൻസ് ആയാലും ശരി, മുരളിയുടെ പേരൻസ് ആയാലും ശരി, മുരളി ആയാലും ശരി. സോ അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിശ്വസിച്ച് ഓക്കെ ഞാൻ പോയാലും എന്നെക്കാളും കൂടുതൽ നോക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും വിളിച്ചിങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും മേ ബി വീടിന്റെ ഓരോ ബില്ലുകളൊക്കെ ഇരുന്ന് അടച്ചോണ്ടിരിക്കുന്നത്. ലിറ്ററലി ഞാനപ്പോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ എടുത്ത് മുറിക്കും, താൻ അവിടെ സീൻ്റെ തിരക്കില്ലേ? ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആണ്. കറക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷെ 100 കൂട്ട കാര്യങ്ങളായിരിക്കും. ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പൊ ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് ടിക്കറ്റ് പോകും, ഇന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. നമ്മുടെ വർക്ക് ഒരു സൈഡിലുണ്ട്, ഇതും കൂടെ ഉണ്ട്. അപ്പൊ പക്ഷെ എന്തോ നമ്മുടെ മൾട്ടി ടാസ്കിങ് ആണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഓക്കെ ആയിട്ട് പോകുന്നു. ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ